ഗുഡ് മോർണിംഗ് ഓൾ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് വരായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഡിസാസ്റ്റേഴ്സിൻ്റെ ഒറിജിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് ഉണ്ടെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വാട്ടർ റിലേറ്റഡ്, ദെൻ ക്ലൈമറ്റ് റിലേറ്റഡ്, ജിയോളജിക്കൽ ഒറിജിൻ ആൻഡ് കെമിക്കൽ, ഇൻഡസ്ട്രിയൽ, ന്യൂക്ലിയർ ബേസ്ഡ്, അങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ മേജർ ആക്സിഡൻറ്റ് ഹസാർഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടി എടുത്തു പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് വേറൊരു ഡിവിഷനായിട്ടുള്ള ബയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സാണ്. നമ്മളിപ്പോൾ ഈ നാച്ചുറലും മാൻമെയ്ഡും അങ്ങനെയൊക്കെ പറഞ്ഞു, അതല്ലാതെ ബയോളജിക്കലി ഒരു ഡിസീസിൻ്റെ രൂപത്തിൽ വരുന്ന ഡിസാസ്റ്റേഴ്സിനെയാണ് ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു COVID-19 പോലെ ഒരു ഡിസീസായിട്ട് ഒരു ഡിസാസ്റ്റർ, അങ്ങനെ ഒരു ഡിസീസ് ഒരു ഡിസാസ്റ്ററായിട്ട് മാറുന്ന ആ ഒരു ആസ്പെക്റ്റിനെ പറയുന്നതാണ് ബയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് ഉള്ളത്. Biologically related disasters are phenomena conveyed by biological vectors, including exposure to pathogenic microorganisms, toxins, and bioactive substances that may cause loss of life, injury, illness, or other health impacts, property damage, loss of livelihoods and services, social and economic disruption, environmental damage. അപ്പം എന്തെങ്കിലും ഒരു ബാക്ടീരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വൈറസിൽ നിന്നുണ്ടാകുന്ന ഒരു അറ്റാക്കോ അല്ലെങ്കിൽ ഒരു ടോക്സിൻസ്, അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആ ഒരു അങ്ങനത്തെ വല്ല പ്രശ്നങ്ങൾ കാരണവും, അതും അല്ലെങ്കിൽ ബയോ ആക്റ്റീവായിട്ടുള്ള സബ്സ്റ്റൻസസ്, മെയിനായിട്ട് ഈ ഒരു വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയാസിലൂടെ പകരുന്ന രോഗങ്ങളെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ബയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് പറയുന്നത്. അങ്ങനെ ഒരു രോഗം എന്ന് പറയുന്നത് വൈറസിലൂടെയൊക്കെ തന്നെ ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയുന്നതാണ് എത്രത്തോളം അത് സ്പ്രെഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിന് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ഇറ്റ് മേ കോസ് ലോസ് ഓഫ് ലൈഫ്, ജീവന് ആപത്താണ്, ദെൻ ഇഞ്ചുറി, അപകടങ്ങൾ അല്ലെങ്കിൽ പരിക്കായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രോഗാവസ്ഥ എന്ന് പറയുന്നത് അത്രയും ഇൻറ്റൻസിറ്റി ഉള്ളതായിരിക്കും. ദെൻ ഇൽനെസ് ഓർ അതർ ഹെൽത്ത് ഇമ്പാക്ട്സ്, പ്രോപ്പർട്ടി ഡാമേജ്, ലോസ് ഓഫ് ലിവ്ലിഹുഡ് ആൻഡ് സർവീസസ്, അങ്ങനെ എല്ലാറ്റിനും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഒരൊറ്റ വൈറസ് കാരണം മൊത്തമായിട്ട് സ്റ്റോപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ എത്തുന്ന പറയുന്നത്. ആ ഒരു കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് ഈ ഒരു ടോപ്പിക്ക് നോക്കിയാൽ മതി. സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡിസ്റപ്ഷൻ, എൻവയോൺമെൻറ്റൽ ഡാമേജസ്, അങ്ങനെ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഡിസാസ്റ്ററായിട്ട്, ഒരു ചെറിയ കാര്യം കൊണ്ട് അത്രയും വലിയൊരു ഡിസാസ്റ്ററായിട്ട് മാറുകയാണ്. ഒരു വൈറസ് അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ കാരണം അത്രയും വലിയൊരു ഡിസാസ്റ്ററായിട്ട് മാറുകയാണ്. അത്രയും പറയുന്നതിന് നമ്മൾ ബയോളജിക്കലി റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് കോളറ, സ്വൈൻ ഫ്ലൂ, ഇബോള, ഡെങ്കു ഫീവർ, ദെൻ മലേറിയ. ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. കാരണം ബയോളജിക്കലി എഫക്റ്റ് ചെയ്യുന്ന ഓരോ ഡിസീസസ് ആണ്, പക്ഷെ അതൊരു ഡിസാസ്റ്ററായിട്ട് വലിയൊരു ആപത്തായിട്ട് മാറുകയാണ്. അടുത്ത നോക്കാൻ പോകുന്നത് ഈ ഡിസാസ്റ്റേഴ്സിന് അത്രയും ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഡിസാസ്റ്റേഴ്സിൻ്റെ കേസ് സ്റ്റഡീസാണ്. അതിൽ മൂന്നെണ്ണമാണ് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. ഒന്ന് എബോള വൈറസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു വൈറസ് ഇപ്പം അടുത്ത് ആഫ്രിക്കയിൽ, കുറച്ച് കാലം മുന്നേ ആഫ്രിക്കയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി പോയി. അതേപോലെ തന്നെ ഒരു മിനമാത ട്രാജഡി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇൻസിഡൻറ്റ്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ പഠിച്ച ഭോപ്പാൽ ഡിസാസ്റ്റർ, അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഭോപ്പാൽ ഡിസാസ്റ്റർ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എബോള വൈറസ് ആണ്. അത് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നോക്കാം. എബോള വൈറസ് ഈസ് വൺ ഓഫ് ദ 4 എബോള വൈറസസ് നോൺ ടു കോസ് ഡിസീസ് ഇൻ ഹ്യൂമൻസ്. അപ്പോൾ 4 വൈറസാണുള്ളത്, അതിലൊന്നാണ് ഈ എബോള എന്ന് പറയുന്നത്. It has highest case fatality rate of these Ebola viruses, averaging 83% since the first outbreaks in 1976. Although fatality rates up to 90% have been recorded in one outbreak, that is 2002 to 2003. ഓക്കെ, അപ്പോൾ എബോള വൈറസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു എബോള വൈറസ് എന്ന് പറയുന്നതിൽ 4 വൈറസിൽ ഒന്നാണ് ഈ എബോള വൈറസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മരണസംഖ്യ അല്ലെങ്കിൽ മരണനിരക്ക് കൂടുതലായിരിക്കും. ഈ ഒരു അറ്റാക്ക്, ഈ ഒരു വൈറസിൻ്റെ അറ്റാക്ക് വന്നാൽ മരിക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. 83% ആണ് പറയുന്നത്. 100 ആൾക്ക് അസുഖം വന്നു വെച്ചെങ്കിൽ അതിൽ 83 ആളും മരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത്. അത് ഫസ്റ്റ് 1976 ഫസ്റ്റ് അത് ഐഡൻറ്റിഫൈ ചെയ്ത ആ ഒരു ടൈമിൽ അത്രയും വന്നു. അത് 90% വരെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 2002 2003 ഈ ഒരു വീണ്ടും ഇതിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടായപ്പോൾ ആ ഒരു മരണനിരക്ക് 90% വരെ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്.
There have also been more outbreaks of Ebola virus than of any other Ebola virus. Ebola virus എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ വണ്ണിൻ്റെ ഒരുപാട് സ്ഥലത്ത് ഉണ്ടാവും, പിന്നെ അത് സ്പ്രെഡ് ചെയ്യും, അങ്ങനെ അവിടുന്ന് മാറിയിട്ട് പിന്നെ വേറൊരു സ്ഥലത്ത്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദ ഫസ്റ്റ് ഔട്ട്ബ്രേക്ക് occurred on August 26, 1976 in Yambuku. The first recorded case was Mabalo Lokela, a 44-year-old school teacher. അപ്പോൾ ഫസ്റ്റായിട്ടൊക്കെ ചെയ്തത് യാമ്പുക്കു എന്ന് പറയുന്ന ആ ഒരു പ്ലേസിലാണ് 1976 ഓഗസ്റ്റ് 26. അപ്പോൾ ആ ഒരു ആദ്യമായിട്ട് ആ വൈറസിൻ്റെ അറ്റാക്ക് കണ്ടത് സ്കൂൾ ടീച്ചറായിട്ടുള്ള മബാലോ ലൊക്കേല എന്ന് പറയുന്ന 44 years ഓൾഡിലുള്ള അവരിലാണ് ആദ്യമായിട്ട് ഈ വൈറസിൻ്റെ ഒരു അറ്റാക്ക് കാണുന്നത്. ദ സിംറ്റംസ് റിസംബിൾ മലേറിയ, ഓൾമോസ്റ്റ് മലേറിയയുടെ പോലുള്ളൊരു മലേറിയ എന്ന് പറയുന്ന ആ ഒരു ഡിസീസിൻ്റെ സിംറ്റംസ് ആയിരുന്നു ഇതിനുണ്ടായിരുന്നത്. ആൻഡ് സബ്സിക്വൻറ്റ് പേഷ്യൻറ്റ് റിസീവ്ഡ് ക്യുനൈൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്താണ്. ക്യുനൈൻ എന്ന് പറയുന്നത് ഇതിനുള്ളൊരു മെഡിസിൻ പോലെ, ക്യുനൈൻ എന്ന് പറയുന്ന ഒരു മെഡിസിൻ പോലെ അങ്ങനത്തെ ഒരു എലമെൻ്റാണ് ക്യുനൈൻ എന്ന് പറയുന്നത്. Transmission has been attributed to the use of unsterilized needles and close personal contact, body fluids and places where the person has touched. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ COVID-19 കണ്ടീഷൻ പോലെ തന്നെ ട്രാൻസ്മിഷൻ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളത് റിയൂസ് ഓഫ് അൺസ്റ്റെറിലൈസ്ഡ് നീഡിൽസ്, അതായത് വീണ്ടും നീഡിൽസ് ഒരാൾക്ക് ഉപയോഗിച്ച നീഡിൽസ് മറ്റൊരാൾക്ക് വീണ്ടും ഉപയോഗിക്കുമ്പോൾ ആ നീഡിൽസിലൂടെ ഇത് സ്പ്രെഡ് ആവുന്നുണ്ട്. ക്ലോസ് പേഴ്സണൽ കോണ്ടാക്റ്റ്, അടുത്തിടപഴകുന്നതിലൂടെ, ബോഡി ഫ്ലൂയിഡ്സിലൂടെ, ദെൻ ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരു എബോള വൈറസിൻ്റെ അറ്റാക്കുള്ള വ്യക്തി ടച്ച് ചെയ്ത സ്ഥലത്ത് നമ്മൾ ടച്ച് ചെയ്താൽ അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഇത് ട്രാൻസ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മലേറിയനെ ഡിസംബിൾ ചെയ്യുന്ന ഒരു ഡിസീസായിട്ടാണ് ആദ്യം വന്നത്. ക്യുനൈൻ എന്ന് പറയുന്ന ഒരു മെഡിസിൻ അതിനും മെഡിസിൻ അല്ല, ഒരു ട്രീറ്റ്മെൻറ്റ് പോലെ അവൈലബിൾ ആയിരുന്നു. The illness is characterized with high temperature of about 39 degrees Celsius. അപ്പോൾ ഒരു ഫീവർ പോലെ തന്നെയാണ്, 39 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും ബോഡിയിൽ. ഡയറിയ വിത്ത് ബ്ലഡ്, അപ്പോൾ ലൂസ് മോഷൻ ബ്ലഡായിട്ട് അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. ദെൻ റെട്രോസിനൽ അബ്ഡോമിനൽ പെയിൻ, അത്രയും വലിയൊരു അല്ലെങ്കിൽ അത്രയും ഹൈ ഇൻറ്റൻസിറ്റിയിലുള്ള അബ്ഡോമിനൽ പെയിന് സംഭവിക്കാം. ദെൻ പ്രോസ്ട്രേഷൻ വിത്ത് ഹെവി ആർട്ടിക്കുലേഷൻ ആൻഡ് റാപ്പിഡ് ഇവല്യൂഷൻ ഡെത്ത് ആഫ്റ്റർ എ മീൻ ഓഫ് 3 days. 3 ദിവസമൊക്കെ അത്രയും ഹൈ ലെവലിൽ എഫക്റ്റ് ചെയ്തുന്നുണ്ടെങ്കിൽ 3 ദിവസമൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞാൽ മരണം സംഭവിക്കുന്ന പറയുന്നത്. Since the first recorded clinical description of the disease during 1976 in Zaire, the recent Ebola outbreak that started on March 2014 in addition has reached epidemic proportion and has killed more than 8,000 people as of January 2015. അപ്പം ആ ഒരു ഫസ്റ്റ് 1976 ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത് 2014 ആ ഒരു വരവിൽ അത് 8,000 പീപ്പിളിനോളം ഡെത്ത് സംഭവിച്ചു എന്ന് പറയുന്നത്. അത്രയും ആളുകൾ മരണപ്പെട്ട ഒരു ഡിസീസ് കാരണം. ദിസ് ഔട്ട്ബ്രേക്ക് ഹാസ് ബീൻ സെൻറ്റേർഡ് ഇൻ വെസ്റ്റ് ആഫ്രിക്ക. ഇത് നമുക്ക് കുറച്ച് അധികമായിട്ടില്ല, 1 വർഷമായിട്ടില്ലോ. അപ്പോൾ അത് ആഫ്രിക്കയിലാണ് ഈ ഒരു എബോള വൈറസിൻ്റെ ഔട്ട്ബ്രേക്ക് സംഭവിക്കുന്നത്. ആൻ ഏരിയ ദാറ്റ് ഹാഡ് നോട്ട് പ്രീവിയസ്ലി ബീൻ അഫക്റ്റഡ് ബൈ ദ ഡിസീസ്. അപ്പോൾ ഒരു ഏരിയ അവിടെ ഇതിന് മുന്നേറ്റ് ഈ എബോള വൈറസിൻ്റെ എന്തെങ്കിലും പ്രസൻസ് കാണുക അല്ലെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത ഒരു ഏരിയ ഒന്നും അല്ലായിരുന്നു, അവിടെയാണ് പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. ദ ടോൾ ഹാസ് ബീൻ പെർട്ടിക്കുലർലി ഗ്രേവ് ഇൻ 3 countries, ഗിനിയ, ലിബേറിയ ആൻഡ് സിറിയാലോന. ഈ ഒരു 3 കൺട്രീസിലായിരുന്നു, വെസ്റ്റ് ആഫ്രിക്കയുടെ ഈ 3 കൺട്രീസിലായിരുന്നു മെയിനായിട്ട് ഇതിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടായത്. A few cases have also been reported in countries outside West Africa. കുറച്ച് കേസസ് ഇവിടെയായിരുന്നു ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് ഇതിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടായത്. പിന്നെ ഇതിൻ്റെ പുറത്ത് ചെറിയ 1, 2, 3 കേസസ് ഒക്കെ ഉണ്ടായെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് എബോള വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡേറ്റ്സ് ഒക്കെ നോക്കി പോവാം. ഫസ്റ്റ് വന്നത് എവിടെയാണ്, ആ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. ദെൻ എങ്ങനെയാണ് എന്താണെന്നുള്ളതും കൂടെ നോക്കിപ്പോവാം. ഈ സ്റ്റഡിയിൽ വരുന്ന അടുത്ത ഒരെണ്ണമാണ് മിനമാദ ട്രാജഡി എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കാം. മിനമാദ ബേ വാസ് എ സ്ലീപ്പി ഫിഷിംഗ് വില്ലേജ്. അപ്പോൾ മിനമാദ ബേ എന്ന് പറയുന്നത് ഒരു ഫിഷിംഗ് വില്ലേജാണ്. ലൊക്കേറ്റഡ് ഓൺ ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ജാപ്പനീസ് ഐലൻഡ് ഓഫ് ക്യുഷു. ക്യുഷു എന്ന് പറയുന്ന ആ ഒരു ജാപ്പനീസ് ഐലൻഡിൻ്റെ വെസ്റ്റ് കോസ്റ്റ് സൈഡിലുണ്ടായിരുന്ന ഒരു വില്ലേജാണ്.
560 മൈൽസ് സൗത്ത് ഈസ്റ്റ് ഓഫ് ടോക്കിയോ എന്നൊരു 560 മൈൽസ് ദൂരെയായിട്ടുള്ളൊരു വില്ലേജാണ്. In your community came to Minamata, an industrial community funded and employed by the Chiso Corporation. അപ്പോൾ ഈ ഒരു വില്ലേജിലേക്ക് ഒരു ന്യൂ കമ്മ്യൂണിറ്റി എൻ്റർ ചെയ്യാണ്. ആൻഡ് ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റി ഫണ്ടഡ്, ഒരു ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റിയാണ്, ഒരു ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നൊരു കമ്മ്യൂണിറ്റിയാണ്. ദ കമ്പനി ബിൽഡ് എ കെമിക്കൽ ഫെർട്ടിലൈസർ പ്ലാന്റ്. അപ്പോൾ ആ കമ്പനി വന്നിട്ട് ആ വില്ലേജിൽ ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ പ്ലാന്റ് സ്ഥാപിക്കുകയാണ്. ഇൻ ദ കോസ്റ്റൽ ടൗൺ ഓഫ് മിനമാത ടു യൂസ് സർപ്ലസ് എനർജി യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ പ്ലാന്റ് അവർ സ്ഥാപിക്കുകയാണ്. ഈ കമ്മ്യൂണിറ്റി ഈ ഒരു വില്ലേജിലേക്ക് വന്നിട്ട് അവരങ്ങനെ ഒരു പ്ലാന്റ് സ്ഥാപിക്കുകയാണ്. ദ കമ്പനി പ്രൊഡ്യൂസ്ഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ടു കോമ്പൻസേറ്റ് ലാക്ക് ഓഫ് ഓയിൽ ആൻഡ് അതർ എനർജി സോഴ്സസ്. അപ്പോൾ അവിടെ അവർക്ക് ആവശ്യമുള്ള ഓയിലും ബാക്കി എനർജിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഹൈഡ്രോ ഇലക്ട്രിക് പവറും പ്രൊഡ്യൂസ് ചെയ്തെന്നാണ് പറയുന്നത്. From 1932 to 1962, Chiso Corporation dumped an estimated 27 tons of mercury compounds into Minamata Bay. അപ്പോൾ അവരുടെ ആ ഒരു പ്ലാന്റിൽ നിന്ന് വരുന്ന വേസ്റ്റ് ആയിട്ടുള്ള മെർക്കുറി കോമ്പൗണ്ട്സ് അവർ 1932 ടു 1962 വരെ 27 ടൺസോളം ഈ പറയുന്ന മെർക്കുറി കോമ്പൗണ്ട്സ് മിനിമാതയിൽ ഡംപ് ചെയ്യുക ചെയ്തത്. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഹൂസ് നോർമൽ ഡയറ്റ് ഇൻക്ലൂഡഡ് ഫിഷ് ഫോം ഫ്രം ദ ബേ അൺഎക്സ്പെക്റ്റഡ്ലി ഡെവലപ്ഡ് സിംറ്റംസ് ഓഫ് മീഥൈൽ മെർക്കുറി പോയിസൺ. അങ്ങനെ അത്രയും വർഷങ്ങളോളം ഈ ഒരു മെർക്കുറി കോമ്പൗണ്ട്സ് അതിൽ ആ ഒരു വില്ലേജിൽ ഡംപ് ചെയ്ത കാരണം ഒരുപാട് ചേഞ്ചസ് വരികയാണ്. അവർ ഫുഡാക്കുന്ന ഫിഷിനെയൊക്കെ ഇത് ബാധിച്ച് തുടങ്ങുകയാണ്. ആൻഡ് സിംറ്റംസ് ഓഫ് മീഥൈൽ മെർക്കുറി പോയിസണിങ്. മീഥൈൽ മെർക്കുറി എന്ന് പറയുന്ന ആ ഒരു പോയിസൻ്റെ എലമെൻറ്റ് ഈ പറയുന്ന ഫിഷിലും അവരുടെ ഫുഡിലൊക്കെ കാണപ്പെടുകയാണ്. ദ ഇൽനെസ് ബിക്കം നോൺ ആസ് മിനിമാത ഡിസീസ്. അങ്ങനെ ഒരു മിനിമാത ഡിസീസ് എന്ന് നെയിം ചെയ്ത ഒരു ഡിസീസ് പെട്ടെന്ന് സ്പ്രെഡ് ആവുകയാണ്. കാരണം പറയുന്നത് ഇവർ ഈ ഒരു പ്ലാന്റിൽ നിന്ന് വരുന്ന വേസ്റ്റ് ആയിട്ടുള്ള മെർക്കുറി കോമ്പൗണ്ട്സ് ഈ ഒരു വില്ലേജിൽ ഡംപ് ചെയ്തിട്ട് അതിൽ നിന്ന് മീഥൈൽ മെർക്കുറി ആയിട്ടുള്ള ഒരു പോയിസണാണ്. ആ ഒരു പോയിസൺ എന്ത് ചെയ്യാണ് ഇവരുടെ ഫിഷിലേക്കും ഫുഡിലേക്കും ഒക്കെ പകർന്നിട്ട് അത് അവർ കഴിക്കുമ്പോൾ ഒരു ഡിസീസ്, എല്ലാവരിലും ഒരു ഡിസീസ് കാണപ്പെടുകയാണ്. അതിന് കൊടുത്ത പേരാണ് മിനിമാത ഡിസീസ് എന്ന് പറയുന്നത്. In 1950, people begin to notice a strange disease. Victims were diagnosed as having degeneration of their nervous system. അപ്പോൾ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്നത്, നാഡീഞരമ്പുകളെ ബാധിക്കുന്ന ഒരു ഡിസീസായിട്ടാണ്. their speech became slurred. അപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ക്ലിയർ ഇല്ലായ്മയും അങ്ങനത്തെ ഒരു കണ്ടീഷൻ എനിക്ക് വരികയാണ്. then their vision constricted, കാഴ്ചശക്തിനെ ബാധിച്ചു. some people had serious brain damage. ചില ആളുകൾക്ക് സീരിയസ് ആയിട്ടുള്ള ബ്രെയിൻ ഡാമേജ്, തലച്ചോറിനെയും അതേപോലെ തന്നെ ബ്രെയിനിനെയൊക്കെ ബാധിക്കുന്ന ഒരു ഡിസീസായി മാറിയത്. ആൻഡ് അതേഴ്സ് ലാപ്സ്ഡ് ഇൻ ടു അൺകോൺഷ്യസ്. അങ്ങനെ കുറേ പേര് അൺകോൺഷ്യസ് ആയ ഒരു കോമ കണ്ടീഷനിലേക്ക് വരെ എത്താണ്. Over 3,000 victims have been recognized as Minamata disease. അങ്ങനെ ഈ ഒരു ഡിസീസ് 3,000 പീപ്പിളിൽ വരെ എത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു മിനിമാത ബേ ആ ഒരു ഐലൻഡിലേക്ക്, ഫിഷിംഗ് വില്ലേജ് ആയിട്ടുള്ള ആ ഒരു ഐലൻഡിലേക്ക് ഒരു കമ്പനി വരികയാണ്. ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫോമിൽ ഒരു കമ്പനി വരികയാണ്. അവർ വന്നിട്ട് ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ പ്ലാന്റ് അവിടെ സ്ഥാപിക്കുകയാണ്. അങ്ങനെ അതിൽ നിന്ന് വരുന്ന വേസ്റ്റ് ആയിട്ടുള്ള ഈ മെർക്കുറി കോമ്പൗണ്ട്സ് ആ ഒരു വില്ലേജിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് മീഥൈൽ മെർക്കുറി എന്ന് പറയുന്ന ഒരു പോയിസണായിട്ട് മാറി. ആ ഒരു പോയിസണിന് ഒരു ഡിസീസ് സ്പ്രെഡ് ആവുകയാണ്. ആ ഡിസീസിനെ മിനിമാത ഡിസീസ് എന്നാണ് പറഞ്ഞത്. 3,000 വിക്ടിംസ്, 3,000ഓളം ആളുകളെ അത് ബാധിച്ചു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിനെയും ബ്രെയിനിനെയും അതേപോലെ തന്നെ കുറേ പേർക്ക് മരണം സംഭവിച്ചു, കുറേ പേര് അൺകോൺഷ്യസ് ആയി മാറി. അങ്ങനെ ആ ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുവന്ന ഒരു ഡിസീസാണ് ഈ പറയുന്നത്. അടുത്തത് പറയുന്നത് ഭോപ്പാൽ ഡിസാസ്റ്ററാണ്. ഞാൻ വീണ്ടും അത് പറയുന്നില്ല, കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് നോക്കിപ്പോണം. അടുത്തൊരു കേസ് സ്റ്റഡിയിൽ വരുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ നമ്മൾ നോക്കിയ എബോള വൈറസ്, ദെൻ മിനിമാത ട്രാജഡി ആൻഡ് ഭോപ്പാൽ ഡിസാസ്റ്റർ. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്കാണ്. ഡിസാസ്റ്റർ വരും, അതിനുള്ള ചാൻസസ് ഉണ്ട്. അത് നമ്മളെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രാമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രിപ്പയർനെസ് നമ്മൾ പ്രിപ്പയർ ആവുക, എന്തൊക്കെയാണോ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മുൻകൂട്ടി കണ്ടെത്ത് പ്രിപ്പയർഡ് ആവുക.
പിന്നെ ഡിസാസ്റ്റർ ഇമ്പാക്റ്റ് വരും. അപ്പോൾ ആ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും എന്തായാലും. ഇപ്പോൾ നമ്മൾ ഫ്ലഡ് ആണെങ്കിലും എന്തായാലും. പിന്നെ അതിന് നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, എങ്ങനെ റിക്കവർ ചെയ്യുന്നു, പിന്നീട് എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നു, മിറ്റിഗേഷൻ മെഷേഴ്സ് അതിനെ റിക്കവർ ചെയ്യാനും അതേപോലെ തന്നെ മറ്റു നടപടികളും. അങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അഞ്ച് സ്റ്റെപ്പാണുള്ളത്: പ്രിപ്പയർനെസ്, റെസ്പോൺസ്, റിക്കവറി, ഡെവലപ്മെൻറ്റ് ആൻഡ് മിറ്റിഗേഷൻ. Then disaster management in a region basically comprises of 3 stages. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇപ്പോൾ ഒരു ഏരിയ ഒരു ഡിസാസ്റ്റർ അഫക്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ വരാൻ പോവുകയാണ്, ഒരു ഡിസാസ്റ്റർ ഫ്ലഡ് ആയാലും റവന്യൂ ഡ്രോട്ട് ആയാലും എന്തായാലും ഒരു ഇങ്ങനെ പറയുന്ന ഒരു അപകടം അല്ലെങ്കിൽ ഒരു ആപത്ത് വരാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ 3 സ്റ്റേജിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പ്രീ ഡിസാസ്റ്റർ സ്റ്റേജ്, എമർജൻസി സ്റ്റേജ് ആൻഡ് പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജ്. അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഒരു റീജിയനിൽ നമുക്ക് ആ റീജിയൻ്റെ ആ ഒരു കണ്ടീഷനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ പ്രീ ഡിസാസ്റ്റർ സ്റ്റേജ്, എമർജൻസി സ്റ്റേജ് ആൻഡ് പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജ്, അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നോക്കാൻ പോകുന്നത് പ്രീ ഡിസാസ്റ്റർ സ്റ്റേജ് എന്താണെന്നുള്ളതാണ്.